ഹലോ ലിറ്റിൽ മോൺസ്റ്റേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഇന്ന് 2 ദിവസം ഉണ്ട് കേട്ടോ. ആക്ച്വലി നമ്മുടെ എഡ്ഷറിൻ്റെ കോൺസെപ്റ്റ് കാരണം 40 ഒരു 80,000 പേരാണ് ഈ ഓക്ലൻഡ് മാത്രം കാണുന്നത്. അതുപോലെ തന്നെ ക്രൈസ്റ്റ് വെച്ച് വെല്ലിംഗ്ടണൊക്കെ അവർ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോയ്ക്ക് ആകെ 5 മണിക്കൂറാണ് പുള്ളിക്കാരൻ പെർഫോം ചെയ്യുന്നത്. പക്ഷേ 3 മണിയായിട്ട് ആൾക്കാർ വന്ന് എത്ര ഇതായിട്ടാണ് അറിയിക്കുന്നത്, എത്ര സ്നേഹമുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു എഡ്ഷറിന്. എന്നാലും എനിക്ക് ആളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സോങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എൻ്റെ ഗസ്റ്റുകളാണല്ലോ, ഒന്ന് കിണ്ടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്ന് വെച്ചാൽ 4-5 പെഗ് കാത്ത് വന്നു കഴിഞ്ഞാൽ വൈനക്കരി കൂടെ ചിലപ്പോൾ കുടിക്കാതെ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പിടിച്ചെത്തി ഭയങ്കര പ്രേമമാണ്. അങ്ങനെ ഇന്നൊരു പെണ്ണുണ്ടായിരുന്നു കേട്ടോ. അവർക്കാണെങ്കിൽ എന്നെ എങ്ങനെയെങ്കിലും എഡ്ഷറിൻ്റെ പാട്ട് കേൾപ്പിക്കണം. ഞാൻ എനിക്ക് ആക്ച്വലി കേൾക്കണമെന്നില്ല, നിങ്ങൾ ധൈര്യമായിട്ട് കാണുമ്പോൾ വർക്കിംഗ് ടുഡേ, അതുകൊണ്ട് എനിക്കങ്ങനെ കാണണമെന്നില്ല. നിങ്ങൾ ഇല്ല ഞങ്ങളോട് ഡാൻസ് കളിക്കുക, ഞങ്ങളോട് പാട്ട് പാടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കുറേ നേരം കിടന്ന് വിളിച്ചു കേട്ടോ. ഞാൻ അവനൊക്കെ ഇങ്ങനെ ഹഗ് ചെയ്തൊക്കെ പിടിച്ചു പോയിട്ട് എന്നിട്ട് സോറിയൊക്കെ പറഞ്ഞു, എന്നെ ടച്ച് ചെയ്തതിനൊക്കെ പറഞ്ഞു. എനിക്കിതൊന്നും അതിനുള്ള പ്രശ്നം നമുക്ക് ഈ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ടേ ഒരുമാതിരി നമ്മൾ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഇന്നലെ ഉണ്ടായിരുന്നു അതുപോലെ ഒരാൾ ഭയങ്കരമായിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ഓവറായിട്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ജോലിയിലുണ്ടാകുന്ന പല സാധനങ്ങളാണ്, നമ്മളിതൊക്കെ ഹാൻഡിൽ ചെയ്യണം. ഇൻടോക്സിക്കേഷൻ അധികം ഉണ്ടാകാതൊക്കെ നോക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. എന്തായാലും ഇതോടെ നമ്മുടെ ജോലിയൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല അത്യാവശ്യം അവറും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ദൂരെയാണെങ്കിലും വന്നത്. നല്ല അടിപൊളിയായിരുന്നു എന്തായാലും. അപ്പോൾ എന്നാൽ പിന്നെ ശരി, ടാറ്റ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ് ഉമ്മ.